ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, കുറേ കാലം കൂടി എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പം ആളെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് പോകണം. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാവേ എത്ര നാൾ കൂടിയാണോ. ചോറും മീൻകറിയും കഴിക്കുന്നു, ഇപ്പം ചായ കുടിക്കുന്നു. ഓപ്ഷനാണ് സ്നാക്സ് ചോദിക്കുന്നു. സ്നാക്സ് ഒന്നും കുടിക്കുന്നില്ല. സ്നാക്സ് ആയ പാടി ചോറും മീൻകറി ചായ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, ശരിക്കും ഞങ്ങൾ ഡാൻസിൻ്റെ ഒരു ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷത്തോളം ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആദ്യം ഇവിടെ ഡാൻസ് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് എന്നെപ്പോലെ ഒരു ക്രേസ് ഉള്ള ഒരാളാണ് അശ്വതി. അപ്പം ഡാൻസ് ടീച്ചറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അന്ന് എനിക്ക് ആളെ ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ പറ്റി ചോദിച്ചു. കുഞ്ഞുങ്ങളിപ്പോൾ നാട്ടിലാണല്ലോ ഉള്ളത്. അപ്പം അവക്കടെ വിശേഷം ഞാൻ ചോദിച്ചു. നാട്ടിൽ പോയിട്ട് കുറേ ഒരു വർഷം കൂടിയാണല്ലോ വരുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ വളരെ ചെറിയ ചെറിയ വിശേഷങ്ങളെ ഒരു നേരമെങ്കിലും ശരിക്കും എല്ലാരും പറയും ചെറിയ പ്രായത്തിലൊക്കെ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടോ, സ്റ്റേജ് ഫിയറാ. അപ്പൊ ഇനി ഡാൻസ് കളിക്കുമ്പോൾ ശരിക്കും സ്റ്റേജ് ഫിയർ ഉണ്ടാകുമോ? ഞാൻ സംശയം ചെയ്യട്ടെ. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ് ഉള്ളത്. ഇപ്പൊ അശ്വതി ഡാൻസ് ചെയ്യും. അപ്പൊ ഈ നമ്മൾ പാട്ട് പാടുക, അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രസംഗം നടത്തുക, ഡാൻസ് കളിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഓഡിയൻസിനെ ഇത് ഫേസ് ചെയ്തുള്ള ഓരോരോ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്, ഡ്രാമ. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഫിയർ ഇല്ലാതെ കളിക്കാൻ പറ്റിയ ഏത് ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഡാൻസ്. എനിക്കും അങ്ങനെ തന്നെയാണ്. സ്റ്റേജ് കണ്ടുകഴിഞ്ഞാൽ കാണികളുണ്ടെന്ന് ഒന്നും തോന്നില്ല. നമ്മൾ ആ ഒരു പാട്ടും ആ ഒരു ഡാൻസ് ആയിരിക്കും നമ്മുടെ മൈൻഡിനകത്ത് ഇരുതരം വരെ അത് ജയിച്ച് കളിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാട്ടോ ഈ ബിൽഡിംഗ് ഉള്ളത്. അപ്പം അവിടോട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല ചൂടാണ്. ഒരു ഉച്ച സമയം കൂടെ ആയത് കാരണം നല്ല ചൂടായിരുന്നു. അപ്പം അവിടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവിടെ തന്നെയാണ് ഡാൻസ് ടീച്ചറും താമസിക്കുന്നത്. ടീച്ചറും നാട്ടിൽ പോയി വെക്കുവാണേ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ 4 പേരായിരുന്നു ഡാൻസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ, അതുപോലെ അശ്വതി, ഒലിവിയ, നീന. അപ്പം ആദ്യം ഞാനാണ് ജോയിൻ ചെയ്തത്. അതിന് ശേഷമാണ് അശ്വതി വരുന്നത്. പിന്നെയാണ് ഒലിവിയനെയും നീനേനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് ഇടയ്ക്കൊക്കെ ആണെങ്കിലും മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നീന നാട്ടിൽ പോയി വെക്കുവാണേ, അവർ ഡാൻസ് ടീച്ചറും നാട്ടിൽ പോയി വെക്കുവാണേ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോളോ ഉണ്ടല്ലോ. അയ്യോ എന്റെ മുഖത്തൊക്കെ മഞ്ഞ. ഇവൻ കടിക്കോ? ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഇവൻ കടിക്കോ? വെള്ളം ഞാൻ നാട്ടിൽ വന്നിട്ട് 2 മാസമായി. എന്തുവാടേ പരിപാടി? ഒന്നുമില്ല, വീട്ടിൽ ചുമ്മാ ഇരിപ്പ്. പിള്ളേര് ഇവിടെ ഉണ്ട്. ഇത് എന്റെ കിളികളെ ഒന്നും കാണുന്നില്ലല്ലോ. നീനാമ്മേന്ന് വിളിച്ചേ. അറിയോടാ? അറിയോടാ? ഒലിവയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒലിവയുടെ കുഞ്ഞാണ് അത്. അവനവന് കാർട്ടൂൺ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചുമ്മാ കിളികളുടെയും അവിടത്തേക്ക് ഓരോരോ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോൾ എന്നോട് ചോദിച്ച് യു ആർ ടേക്കിംഗ് സോ മച്ച് ഫോട്ടോസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് തന്നെ കുഴപ്പമൊന്നും ചോദിച്ചേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അവളെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമാണ്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇതാണല്ലോ, ക്രേസ് ആണല്ലോ. അപ്പോൾ എനിക്കത് കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നതൊക്കെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദങ്ങളിലൊന്നാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവളെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അക്വേറിയാണ്. നല്ല എല്ലാം വെൽ അറേഞ്ച്ഡാണ്. ഇത് കണ്ടില്ലേ, ഇത് ഡാൻസ് ഫോട്ടോസാണ് കേട്ടോ. ഇത് ഒലിവിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, സുന്ദരിയാ. ഒലി, ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിം ഞാനും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉടനെ പ്രതീക്ഷിക്കുക ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിം എൻ്റെ
വീട്ടിൽ കാണുന്നതായിരിക്കും. ഞാൻ ചെയ്തില്ല, അന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല. ഇത് അവളുടെ ഫ്ലാറ്റിൻ്റെ റൂമിലിരുന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആട്ടോ. നല്ല ഭംഗിയാണ്. രാവിലെ വൈകുന്നേരമൊക്കെ നല്ല രസമാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അടുത്ത പരിപാടിയിലേക്ക് പോവാം കേട്ടോ. നമുക്ക് പാട്ട് പാടും. നമ്മൾ മുമ്പ് ഡാൻസ് കളിച്ച് പാടോ? അതിന്റെ പാട്ട് അറിയാവുന്നവർക്ക് മാത്രമേ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. നമ്മളെ അറിയാത്തവർക്ക് പാട്ട് പാടാം. വാ ഇവിടെ വന്നിട്ട് എക്സ്പ്രഷൻ. ഞങ്ങൾ പാട്ട് പാടാം. എക്സ്പ്രഷൻ ഇട്ടോ, അയ്യേ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇട്ടോ. ഡാൻസ് ഇവിടെ പഠിച്ചു.